10-20 വയസ്സായിട്ട് പെണ്ണും പിടക്കൊഴിയും ഒന്നുമില്ലാതെ സിംഗിളായിട്ട് നടക്കുന്ന പയ്യൻ. അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് അവനോട് സഹായം ചോദിച്ചൊരു വാമ്പയറായിട്ടുള്ള പെണ്ണ് വരുന്നതും പിന്നീട് അങ്ങോട്ടങ്ങോട്ട് ഇവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലാകുന്നതും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ദ വാമ്പയർ നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞ് 2024 തന്നെ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ പയ്യനായിട്ടുള്ള ക്യാമറോണെയാണ്. ഇവനാണെങ്കിൽ വെളുപ്പംകാലത്ത് തന്നെ അവൻ്റെ ഹൈസ്കൂൾ ക്രഷ് ആയിട്ടുള്ള തൊട്ടടുത്ത് താമസിക്കുന്ന ഡയാനെ അവൻ്റെ കൂടെ കിടക്കുന്നതായിട്ട് ഇങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് സ്വപ്നത്തിൽ കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛനാണ് ജോലിക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവൻ നേരെ സൈക്കിൾ എടുത്ത് അവൻ വർക്ക് ചെയ്യുന്ന ഐസ്ക്രീം ഷോപ്പിലേക്ക് ഇല്ലും. അവിടെ ചെല്ലുമ്പോൾ മാനേജറാണ് ഇന്ന് ഷോപ്പ് നേരത്തെ ക്ലോസ് ചെയ്യേണ്ട കാര്യം പറയുമ്പോഴത്തേക്കും ഇവൻ പറയും ഇന്ന് വൈകുന്നേരം അവനൊരു ഫ്രണ്ടുമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ക്ലോസ് ചെയ്യേണ്ടതെന്ന് പറയും. പിന്നീടാണ് അവൻ്റെ കോവർക്കറായിട്ടുള്ള ലിസ് ആണെങ്കിൽ ഫ്രണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവനാണെങ്കിൽ ഡയാനയുടെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വൈകുന്നേരം കൊണ്ടുവരുന്നുണ്ടെന്ന്. പിന്നീട് അവനാണെങ്കിൽ ഡയാനയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേനും അവളാണ് വെയിലൊക്കെ ആയതുകൊണ്ട് ബിക്കിനിയൊക്കെ ഇട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ പതിയെ അവിടെ ഒളിഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ എപ്പോഴും പുള്ളി ചെയ്യുന്ന രണ്ടുപേര് വന്ന് അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് റോഡിലോട്ട് എറിയുന്നത്. ബഹളം കെട്ട് ഡയാനെ അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്കും അവർ പറയും ഇവനാണെങ്കിൽ ഒളിഞ്ഞിരുന്ന് അവളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ക്യാമറയാണെങ്കിൽ അവളോട് ഇവൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, വേണേ തെളിയിക്കാന്ന് പറഞ്ഞ ഫോൺ എടുക്കാൻ പോകുമ്പോഴാണ് അങ്ങോട്ട് ഒരു കാർ വന്ന് അവൻ്റെ ഫോൺ പൊട്ടി പോകുന്നത്. അങ്ങനെ തൽക്കാലം ഡയാനൊക്കെ ഇടപെട്ടിട്ട് ആ പ്രശ്നം അവിടെ അങ്ങ് വിടും. ഇവനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്ന് വൈകുന്നേരം അവനിങ്ങനെ ജെല്ല് തുറന്ന് നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ പെണ്ണിങ്ങനെ ഡ്രസ്സ് മാറുന്ന കാണുന്നത്. അവളെയാണ് ഇതുവരെ അവൻ ഇവിടെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവൻ പതിയെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ലൈറ്റൊക്കെ ഓഫാക്കി. പെട്ടെന്നാണ് അവൻ്റെ അമ്മ കയറി വന്ന് ലൈറ്റിനെ ഓഫാക്കിയിട്ടേക്കെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും തൽക്കാലം എനർജി സേവ് ചെയ്യാനാന്ന് പറയും. പിന്നീട് അവൻ്റെ അമ്മ പോയി കഴിഞ്ഞാൽ വീട് ലൈറ്റ് ഓഫാക്കി നോക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. പേടിച്ച് ഇവനാണ് കർട്ടൻ അടച്ചിടും. ഇച്ചിരി കഴിഞ്ഞ് അവൻ്റെ അച്ഛനും അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ഇവൻ പതിയെ അവിടെ ചെന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആരോ കോളിമ്പല്ലടിക്കുന്നത്. ഇവൻ ചെന്ന് പതിയെ കഥകിൻ്റെ ഹോളിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ പെണ്ണായിരുന്നു. ഇവൻ പേടിച്ച് വരച്ചിരിക്കും. കാരണം അവളാണെങ്കിൽ ഇവൻ ഒളിഞ്ഞു നോക്കിയ കാര്യമെല്ലാം പറയാൻ വന്നാന്ന് ഓർത്ത്. പക്ഷേ ഇവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കഥ തുറക്കുമ്പോഴത്തേക്കിനും ആ പെണ്ണിന് വരെ അവിടെ ഡയാനയായിരുന്നു നിന്നത്. ഇവനോട് തന്നെ ഡയാനോട് ചോദിക്കും ഇവിടെ വേറെ പെണ്ണുങ്ങൾ വല്ലതും നിൽക്കുന്ന കണ്ടായിരുന്നത്. ഡയാന പറയും ആരെയും കണ്ടില്ല, തൽക്കാലം ഒരു പിസ്സ കഴിക്കാൻ പോകാമെന്ന് പറയും. ക്യാമറയാണെങ്കിൽ ഉടനെ അവൻ്റെ അപ്പൻ്റെ കാർ എടുത്ത് അവളെയും കൊണ്ട് പിസ്സ കഴിക്കാൻ വേണ്ടി പോകും. അവിടെ ചെന്ന് അവർ നല്ല റൊമാൻറ്റിക് മൂടി സംസാരിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മാർട്ടിൻ എന്ന് പറഞ്ഞ് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നത്. ഉടനെ ഇവനാണെങ്കിൽ മാർട്ടിനെ അങ്ങോട്ട് വിളിക്കും. പക്ഷേ ഡയാനയ്ക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ഇവരുടെ ഇടയിലോട്ട് പുതിയൊരാളെ വിളിക്കുന്നത്. മാർട്ടിന് അവിടെ വന്നു കഴിഞ്ഞ് ഇവളെ കാണുമ്പോഴത്തേക്ക് നെർവസ് ആയിട്ട് പെട്ടെന്ന് പതറി അങ്ങ് പോകും. മൂഡ് പോയി ഡയാനാണെങ്കിൽ തൽക്കാലം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ പറയും. പോകാൻ തുടങ്ങുന്നതുമാണെങ്കിൽ ഡയാനെ അവനോട് പറയും ശരിക്കും മാർട്ടിൻ അവളെ കണ്ട് പതറാനും ഇന്നത്തെ അവളുടെ മൂഡ് പോകാനുള്ള യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ മാർട്ടിനാണെങ്കിൽ കോളേജ് വെച്ച് ഇവളുടെ സീനിയർ ആയിരുന്നെന്നും അതുപോലെ തന്നെ ഇവളുടെ പുറകെ കുറേ നടന്നായിരുന്നൊക്കെ പറയും. പിന്നീടാണ് ഡയാന പറയുന്നത് ഇവരോട് മാത്രമായിട്ട് ഒരു കാര്യം പറയണം, തൽക്കാലം രണ്ടുപേർക്കും ഒരു ലിക്വറൊക്കെ അടിച്ചാലോ എന്ന് ചോദിക്കും. പക്ഷേ ഇവനാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കുമായിരുന്നു. ഇവൻ തൽക്കാലം ഉറങ്ങാൻ പോകാമെന്ന് പറയും. ക്യാമറയാണെങ്കിൽ ഇപ്പോൾ ഇത് അകത്തോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പാണ് അവിടെ വീണ്ടും ആ പെണ്ണിങ്ങനെ നോക്കി നിൽക്കുന്ന കാണുന്നത്. ഇവനാണെങ്കിൽ പേടിച്ച് അകത്തോട്ട് ഓടിപ്പോവും. ഈ റൂമിൽ ചെന്ന ക്യാമറയാണെങ്കിൽ വീണ്ടും കർട്ടൻ മാറ്റി ഒളിഞ്ഞു നോക്കും. അന്നേരം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ പെണ്ണ് അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ പേടിച്ച് കർട്ടൻ മറിച്ച് കയറി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ പെണ്ണാണെങ്കിൽ ഇതേ അവൻ്റെ റൂമിൽ വന്നിരിക്കുന്നത്. അവളെ കാണുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ ആദ്യം അവളോട് പറയും തലേദിവസം അവളെ ഡ്രസ്സ് മാറുന്നതിന് ഒളിഞ്ഞു നോക്കിയതൊക്കെ. അന്നേരമാണ് അവൾ പറയുന്നത് അവൾക്ക് തൽക്കാലം ഒരു സ്ഥലത്ത് വരും പോകാൻ കാറിൻ്റെ ആവശ്യമുണ്ട്, ഇവനൊന്ന് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഡ്രൈവിംഗ് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയാം അങ്ങനെയാണെങ്കിൽ അവൻ്റെ പേരൻസിനോട് സംസാരിക്കാമെന്ന്. പിന്നീട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവനാണെങ്കിൽ അവൾ പറയുന്ന ലൊക്കേഷനിലേക്ക് അവളെ കൊണ്ടുവിടും. അവിടെ വെച്ച് അവളാണെങ്കിൽ അവൻ്റെ ഇന്ന് താക്കോലും മേടിച്ച് ഒരു ഫില്ലിങ്ങിൻ്റെ അകത്തോട്ട് കയറിപ്പോകും. ഇവനാണെങ്കിൽ ആ കാറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്തിട്ട് വരും. പ്രേരം വെയിറ്റ് ചെയ്തിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഇവനാണെങ്കിൽ പതിയെ വീണ്ടും ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പോകും. അവിടെ ചെന്ന് അവനാണെങ്കിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തനാണെങ്കിൽ ചോരെ കുളിച്ച് വരുന്നത്. ഇവൻ പേടിച്ച് ഓടി വന്ന് വീട്ടിൽ കാറിൻ്റെ അകത്ത് കയറും. പിന്നീട് ക്യാമറ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണ് വന്ന് അവനെ കടിച്ചു കൊല്ലുന്നതായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിൽ ക്യാമറ പേടിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അവനീ നടന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത് അവളൊരു വാമ്പയറാണെന്ന്, അതുപോലെ തന്നെ അവളുടെ പേര് വിക്ടോറിയ എന്നാണെന്നും. തിരിച്ച് അവൻ്റെ വീട്ടിൽ വന്ന ശേഷമാണെങ്കിൽ അവളാണെങ്കിൽ അവൻ ഇന്ന് ചെയ്തതിനൊക്കെ നന്ദിയായിട്ട് ആദ്യം അവനൊരു ഉമ്മ കൊടുക്കും. പിറ്റേ ദിവസമാണെങ്കിൽ അവൻ്റെ അപ്പനാണെങ്കിൽ കാർ ചോര പറ്റിയിരിക്കുന്ന കണ്ടുപിടിക്കും. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ക്യാമറ പതറി നിൽക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് വിക്ടോറിയ കയറി വന്നിട്ട് പറയുന്നത് ഈ തലേദിവസം ഇവളെ കടയിൽ വരെ കൊണ്ടുവിടാൻ പോയ വഴിക്കാണെങ്കിൽ ഒരു മാൻ കയറി വന്ന് ഇടിച്ചതാണെന്ന് പറയും. അങ്ങനെ വിക്ടോറിയ വന്നിങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നതുകൊണ്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ ഇതെല്ലാം വിശ്വസിച്ചിട്ട് പോകും. പിറ്റേ ദിവസം കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മാർട്ടിനാണെങ്കിൽ ക്യാമറോണോട് വന്നിട്ട് അന്ന് വൈകുന്നേരം ഡയനെ വിട്ട് സംസാരിക്കാനൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. ക്യാമറോനാണെങ്കിൽ അന്ന് തന്നെ ഡയനോട് ചെന്ന് പറയും മാർട്ടിനാണെങ്കിൽ അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന്. അത് രാത്രി ആയപ്പോഴത്തേക്കും തലേദിവസത്തെ പോലെ തന്നെ വിക്ടോറിയ ആണെങ്കിൽ വീണ്ടും ക്യാമറോനെ കാണാൻ വന്നായിരുന്നു. ഈ തവണയും ക്യാമറോണയും കൂട്ടിക്കൊണ്ട് വേറൊരു ബിൽഡിങ്ങിന് അങ്ങോട്ട് പോകും. അവനാണെങ്കിൽ ആ കാർ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കെട്ടിടത്തിൻ്റെ ഹൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് വിക്ടോറിയ ആണെങ്കിൽ ഒരുത്തനെ കൊന്ന കെട്ടിടത്തിൻ്റെ താഴോട്ടിടുന്നത്. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യത്താലും ക്യാമറോണാണെങ്കിൽ നേരെ പോകുന്നത് കാറാണെങ്കിൽ കഴുകി വൃത്തിയാക്കാനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രി ക്യാമറോൺ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേക്കിന് തൊട്ടടുത്തത് വിക്ടോറിയ വന്ന് കിടക്കുന്നത്. അവൾ നേരെ തന്നെ അവനോടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 247 വയസ്സുണ്ടെന്നും അന്നാണെങ്കിൽ മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് വാമ്പേഴ്സിൻ്റെ ഒരു റിവലറി ടീം ഉണ്ടാക്കിയിട്ട് ഇവിടെ ലവറിനെയൊക്കെ കൊന്നെന്ന് പറയും. ഇനി ഈ സിറ്റിയിലെ റിവലറി ടീമിലുണ്ടായിരുന്നവരുടെ ഏറ്റവും അവസാനത്തെ തലമുറയിലുള്ളവരെല്ലാം കൊന്നിട്ടേ പോകത്തുള്ളൂ എന്നും പറയും. പിറ്റേ ദിവസം മാർട്ടിനാണെങ്കിൽ ക്യാമറോനെ വിളിച്ച് എന്നെപ്പിക്കും. അവൻ രാവിലെ തന്നെ വന്നതെന്ന് വെച്ചാൽ അവൻ ഡയാനയ്ക്ക് മെസ്സേജ് അയച്ചെന്ന് പറയാനായിരുന്നു. മാർട്ടിൻ പിന്നീട് അവനോട് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഡയാനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡേറ്റിങ്ങിന് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം കിട്ടിയിട്ട് ക്യാമറ
ആണെങ്കിൽ നേരെ പോയി ഡയാനയോട് മാർട്ടിൻ ഇങ്ങനെയെല്ലാം പറഞ്ഞെന്ന് പറയും. വീണ്ടും അന്ന് രാത്രിയാണെങ്കിൽ വിക്ടോറിയ ക്യാമറോണും വിളിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി പോകും. ഈ പ്രാവശ്യം വിക്ടോറിയ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ക്യാമറോണും അവളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അവൾ കുറേ പ്രാവശ്യം അവനോട് ഫോളോ ചെയ്ത് വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീണ്ടും വരും. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഡാർക്ക് സൈഡിലെ റൂം ഓപ്പൺ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നത് കാണുന്നത്. വിക്ടോറിയ അവൻ്റെ അടുത്തേക്ക് നടക്കാൻ നേരത്ത് അവനാണെങ്കിൽ അവളെ പതി വെടിവെച്ചിടും. അന്നേരമാണ് സെക്യൂരിറ്റി ആണെങ്കിൽ ക്യാമറ ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവനെയും വെടിവെച്ചിടുന്നത്. വെടിയവന് കൊണ്ടില്ലെങ്കിലും അവനാണെങ്കിൽ നിലത്തോട്ട് വീഴും. കാർഡ് അത് കഴിഞ്ഞ് വിക്ടോറിയനെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ തൊട്ട് പുറകെ വന്നിട്ട് എൻ്റെ കഴുത്തിൻ്റെ കടിച്ച് അവനെ കൊല്ലും. അവൻ നിലത്ത് കിടക്കുന്നുണ്ട്. വിക്ടോറിയ ആണെങ്കിൽ ഓടിച്ചെന്ന് അവനെ പതി എഴുന്നേപ്പിക്കാൻ നോക്കും. അതാണ് അവനാണെങ്കിൽ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് ചുമ്മാ പ്രാങ്ക് ചെയ്താന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ വിക്ടോറിയക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയും തുടക്കം തന്നെ അകത്തോട്ട് കയറി വരില്ലെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ. പിറ്റേന്ന് അവൻ കട ചെല്ലുമ്പോഴാണ് ലിസ് ആണെങ്കിൽ ഇന്ന് അവളുടെ കൂട്ടുകാരുടെ ഒരു ബാൻഡ് ഷോ ഉണ്ട്, അത് കാണാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇവനാണെങ്കിൽ ഓൾറെഡി മാർട്ടിൻ ആണെങ്കിൽ ഡയാനയുടെ കൂടെയുള്ള ഡേറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നോ പറയും. അന്ന് വൈകുന്നേരം മാർട്ടിൻ പ്ലാൻ ചെയ്തത് 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ക്യാമറോൺ പതിയെ പോകാൻ നേരത്തെ ഇവർക്ക് 2 പേർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനായിരുന്നു. പക്ഷേ സംസാരിച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഡയാനാണെങ്കിൽ ക്യാമറോണെ വിടുന്നില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഡയാന പതിയെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് വിക്ടോറിയ വന്ന് ക്യാമറോണെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതിലോട്ട് ഇറങ്ങുമ്പോഴാണ് വിക്ടോറിയ ആണെങ്കിൽ അവിടെ വെച്ച് കണ്ട ഡയാനെ പറ്റി ചോദിക്കുന്നത്. ഉടനെ ഇവൻ പറയും ഇവനും ക്രഷ് ഉണ്ട്, അതുപോലെ തന്നെ ഇവൻ്റെ ഫ്രണ്ടിനും ക്രഷ് ഉണ്ട്. ഇന്നാണെങ്കിൽ അവരെ 2 പേരും ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവ സഹായിച്ചാന്ന്. അപ്പോൾ വിക്ടോറിയ ഇവനോട് ഇവൻ കൂട്ടുകാരന് വേണ്ടി ത്യാഗം ചെയ്യുവാണ് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും അങ്ങനെയൊന്നുമല്ല, അവൻ്റെ കൂടെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വഭാവം പതി വെറുക്കും, അങ്ങനെ ഇവനാണെങ്കിൽ അവളെ കിട്ടിക്കോളൂ എന്ന് പറയും. പിന്നീട് വിക്ടോറിയയുടെ കൂടെ അവനാണെങ്കിൽ രാത്രി വർക്കിന് ഇറങ്ങുന്ന വഴിക്കാണ് അവനെ അന്ന് ബുള്ളി ചെയ്ത് 2 പേരെ കാണുന്നത്. അതിനെപ്പറ്റി അവൻ അവളോട് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ക്യാമറോണിൻ്റെ ലവറാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരെ 2 പേരും കുറേ കളിയാക്കിക്കൊണ്ടിരിക്കും. ഈ ദേഷ്യം വന്ന് അമ്മമാർ എഴുന്നേറ്റ് വരുമ്പോഴാണ് അവളാണെങ്കിൽ ക്യാമറോണിനെ വിളിക്കുന്നത്. അങ്ങോട്ട് ക്യാമറ വന്നിട്ടാണെങ്കിൽ അമ്മമാർ ഇടി കുറേ കൊണ്ട് താഴെ വീഴും. അപ്പോൾ അതീ വിക്ടോറിയ ചിന്താണെങ്കിൽ അവനെ തിരിച്ചടിക്കാനുള്ള ഒരു ട്രിക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ട്രിക്ക് വെച്ച് അവനാണെങ്കിൽ അവന്മാരെല്ലാം ഇടിച്ചിടുകയും ചെയ്യും. ഈ രാത്രി ക്യാമറോൺ ഇടി കൊണ്ടുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വർക്ക് അവർ വേണ്ടെന്ന് മാറ്റി വെക്കും. തിരിച്ച് വീട്ടിൽ വന്ന് ക്യാമറോൺ കിടന്നിങ്ങനെ പതിയെ ഡയാനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിക്ടോറിയ തൊട്ടടുത്ത് വരുന്നത്. അവളാണെങ്കിൽ അവനോട് തൽക്കാലം ഡയാനെ കൊണ്ട് ഇവരോട് അസൂയ തോന്നിപ്പിക്കാന്ന് പറഞ്ഞ് പതിയെ അവനെ ഉമ്മ വെക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ കയറി വരുന്നത്. മകനും ഗേൾഫ്രണ്ടും ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതാണ്. അച്ഛനാണെങ്കിൽ സോറി പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി പോരും. പിന്നീട് ഇവരെ നിർത്തിയകാര്യം കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോഴാണ് അവനാണെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ല, അവന് ഡയാനെ ചതിക്കാൻ പറ്റത്തില്ല. പിന്നെ രാത്രി നടക്കുന്ന മാർട്ടിൻ്റെ അവളുടെ ഡേറ്റിംഗ് ചീറ്റി പോയിട്ട് ഡേറ്റേഴ്സിൻ്റെ ഡയാന ഇവൻ്റെ പുറകെ തന്നെ വരുമെന്ന് പറയുന്നത്. പക്ഷേ വിക്ടോറിയ പറയും അവൾക്ക് അങ്ങനെ തോന്നുന്നില്ല, ഇതെല്ലാം നേരെ തിരിച്ച് നടക്കാൻ പോകത്തുള്ളൂ. പിറ്റേ ദിവസം ഇവൻ രാവിലെ എഴുന്നേറ്റ് ചെന്നിരിക്കുമ്പോഴാണ് ഇവൻ്റെ അപ്പനാണെങ്കിൽ ഇവൻ്റെ മുഖത്തൊക്കെ ഒരു അളിഞ്ഞ ചിരിയൊക്കെ ചിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മാർട്ടിൻ ആണെങ്കിൽ പുറത്ത് വന്ന് അവനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ചെന്ന കാര്യം ചോദിക്കുമ്പോഴത്തേക്കിന് ഇവൻ്റെ ഓർത്ത പോലെ തന്നെ അവരുടെ ഡേറ്റിംഗ് കുളമായിരുന്നു. അവളെ സെറ്റാക്കാൻ ഹെൽപ്പിന് വന്നതായിരുന്നു. പക്ഷേ ഇവൻ മാർട്ടിനോട് പറയും ഇത്ര അടുത്ത് കിട്ടിയിട്ട് സെറ്റാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും സെറ്റാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലും. കട ചെന്ന് അവനെയാണെങ്കിൽ ലിസ് വീണ്ടും ബാൻഡ് ഷോ കാണാൻ വേണ്ടി വിളിക്കും. ഈ പ്രാവശ്യം അവനാണെങ്കിൽ വന്നേക്കാന്ന് സമ്മതിക്കുകയും ചെയ്യും. അന്ന് വൈകുന്നേരം ക്യാമറ ലിസിൻ്റെ കൂടെ ബാൻഡ് ഷോ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങുമ്പോഴാണ് അവിടെ ഡയാനയുടെ കാർ കിടക്കുന്നത് കാണുന്നത്. ഇവൻ പതിയെ വിക്ടോറിയയുടെ വീടിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴത്തേക്കിനും ഡയാനയും വിക്ടോറിയയും കൂടെ വൈൻ കഴിയുന്ന കാണും. ഉടനെ തന്നെ ക്യാമറയാണെങ്കിൽ തിരിച്ച് അവൻ്റെ റൂമിൽ കയറി വന്ന് ലൈറ്റെല്ലാം ഓഫാക്കി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം ക്യാമറനെ കാണുന്ന ലിസാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ ഫോണൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അല്ല പതിയെ അവന് മനസ്സിലാകാൻ ഡയാനയും വിക്ടോറിയയും തമ്മിൽ ബന്ധപ്പെടുകയെന്ന്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ക്യാമറ കാണുന്നത് ഡയാന വിക്ടോറിയയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ഇവൻ ഇതെല്ലാം കണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് വിക്ടോറിയ അങ്ങോട്ട് വരുന്നത്. ഉടനെ തന്നെ ദേഷ്യപ്പെട്ട് അവൻ അവളോട് ചൂടാകുമ്പോഴാണ് അവളാണെങ്കിൽ അവൻ്റെ പെടലേക്ക് പിടിച്ചിട്ട് ഇനിത്തോടെ ഡയാനയുടെ പുറകെ നടന്നേക്കല്ലേ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും സെറ്റാകത്തില്ലെന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യമായ ക്യാമറ ആണെങ്കിൽ നേരെ പോയി മാർട്ടിനെ കണ്ടിട്ട് ഉടനെ തന്നെ ഡയാനെ വീണ്ടും സെറ്റാക്കാൻ ഇവൻ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ മാർട്ടിൻ ആണെങ്കിൽ വീണ്ടും ഡയാനെ ഒരു ഡേറ്റിങ്ങിന് വിളിക്കും. അതേസമയം ക്യാമറ ആണെങ്കിൽ കട ചെല്ലുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ലിസ് വന്നാണ് തലേദിവസം അവളെ പോസ്റ്റ് പിടിപ്പിച്ച് ഇവൻ വരാത്തതിന് ഇവനെ അവിടെ ഇട്ട് ഇടിയും. അന്ന് വൈകുന്നേരം മാർട്ടിൻ ഡയാനയും കൂടെ ഡേറ്റിങ്ങിനായിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകും. ഇതേ സ്ഥലത്ത് തന്നെ ക്യാമറ ആണെങ്കിൽ അവർ തമ്മിൽ സെറ്റാന്ന് അറിയാൻ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവനൊരു മരത്തിൻ്റെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഴ്ചയാണ് അവൻ ഞെട്ടുന്നത്. കാരണം ഡയാനെ ഒരു വാമ്പയറായിരുന്നു. അവൻ നോക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവൻ്റെ കഴുത്ത് കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ട് പേടിച്ച് ക്യാമറയാണെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടും. ഡയാനയും ക്യാമറനെ ഫോളോ ചെയ്ത് പുറകെ വരും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ക്യാമറയാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ കൊന്നതിനെപ്പറ്റി കിടന്ന് ചൂടാകുമ്പോഴാണ് അവൾ പറയുന്നത് അവൾ അവൻ്റെ കൂട്ടുകാരനെ കൊന്നിട്ടൊന്നുമില്ല, തൽക്കാലം അവനെ ഒരു വാമ്പയറാക്കി മാറ്റിയതേ ഉള്ളെന്ന് പറയും. അങ്ങനെ മാർട്ടിനെ കാറിൻ്റെ ഡിക്കിക്കകത്ത് ജീവനോട് കണ്ട ക്യാമറയാണെങ്കിൽ ഡയാനെ പറയുന്നതല്ല സത്യമെന്ന് മനസ്സിലാവും. പിന്നീട് ക്യാമറോൺ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും അവൾ വിക്ടോറിയ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവളകത്ത് കയറിൻ്റെ കാരണം ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ പറയും അവൾക്ക് ഈ നാട്ടിൽ ഏറ്റവും അവസാനമായിട്ട് കൊല്ലാനുള്ള റിബലറി ഗാങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ തലമുറയുടെ ബ്ലഡ് ഉള്ളത് ഇവൻ്റെ ദേഹത്താണെന്ന് പറയും. അങ്ങനെ വിക്ടോറിയ അവനെ കൊല്ലാൻ വേണ്ടി കഴുത്തിലേക്ക് കത്തി വെക്കുന്ന സമയത്താണ് ക്യാമറോണിനെ രക്ഷിക്കാൻ വേണ്ടി ഡയാനയും മാർട്ടിനും കൂടെ അങ്ങോട്ട് വരുന്നത്. വീടിൻ്റെ അകത്തേക്ക് വന്ന ഡയാനയും വിക്ടോറിയയും തമ്മിൽ അവിടെ വെച്ച് ഒരു ഉഗ്രൻ അടിപിടി നടക്കും. അതിൻ്റെ ഏറ്റവും അവസാനം വിക്ടോറിയയെ കീഴ്പ്പെടുത്തിയ ശേഷമാണെങ്കിൽ ഡയാന സത്യങ്ങളെല്ലാം പറയും. ശരിക്കും 200 വർഷം മുമ്പ് പ്രശ്നങ്ങളെല്ലാം നടക്കാൻ കാരണം വാമ്പേഴ്സ് തന്നെ ആയിരുന്നു, അതുപോലെ തന്നെ ഇവരുടെ ലവർ ഉൾപ്പെടെ മിക്ക വാമ്പേഴ്സും തെറ്റ് ചെയ്തായിരുന്നൊക്കെ പറയും. സത്യമെല്ലാം മനസ്സിലാക്കിയ ശേഷമാണെങ്കിൽ ആ വാമ്പേഴ്സ് തമ്മിൽ അവിടെ വെച്ചൊന്ന് കിസ്സടിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ ശേഷം 2 വാമ്പേഴ്സും ആ സിറ്റി വിട്ട് പോകുന്നതായിരുന്നു. പിറ്റേന്ന് രാവിലെ കഴിഞ്ഞ ക്യാമറ ആണെങ്കിൽ നേരെ അവൻ്റെ അച്ഛനോടും അമ്മയോടും പറയും അവൻ തൽക്കാലത്തേക്ക് വാമ്പയർ ജോണർ എഴുതാൻ പോകുന്നൊരു റൈറ്ററാകാൻ പോവാന്ന്. പിന്നീട് ക്യാമറ ചെയ്യുന്നത് നേരെ ഷോപ്പിലേക്ക് എന്നിട്ട് ലിസിനോട് അന്ന് രാത്രി ബാൻഡ് ഷോ കാണാൻ വന്നേരത്തിന് മാപ്പ് പറയും.
അത് കഴിഞ്ഞിട്ട് അവൻ ലിസിനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ലിസാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു. പിന്നീട് അവർ തമ്മിൽ സെറ്റായിട്ട് ലവേഴ്സ് ആയിട്ട് ഇരിക്കുന്നതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.